ജെ പിയിൽ ഭിന്നത, ബി ജെ പിയിൽ തമ്മിലടി, ബി ജെ പി ഇതാ പിളരാൻ പോകുന്നു, ബി ജെ പി ഇതാ തകർന്നു, മേയർക്ക് വേണ്ടി തമ്മിലടി ബഹളം എന്നൊക്കെ പറഞ്ഞ് ചാനലുകളൊക്കെ ആഘോഷിച്ചു. എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലാണ് അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതും പ്രവചനങ്ങൾ നടത്തിയതും. രാജേഷ് ഔട്ട്, ശ്രീലേഖ ഇൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വി രാജേഷ് തലസ്ഥാന മേയറായി, ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി. അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ബി ജെ പിയുടേതായ വഴിക്ക് പോകുന്നുണ്ട്. ഇനി ഭരണം എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. അഴിമതി വിരുദ്ധമായ ഒരു ഭരണത്തിലേക്കായിരിക്കാം ബി ജെ പി പോകുന്നതെന്ന് വിശ്വസിക്കാം, അറിയില്ല. ഇവിടെ ശ്രീലേഖയെ തഴഞ്ഞു, ശ്രീലേഖയെ മേയറാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ശ്രീലേഖയെ തഴഞ്ഞു, ശ്രീലേഖ അനുനയിപ്പിക്കാൻ പലരും അവരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന കുറെ ഗിമിക്കുകളൊക്കെ പലരും ഉണ്ടാക്കി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരാളെ അവരുടെ പാർട്ടിയിലേക്ക് വിളിച്ചൊരു പദവി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് പിന്നീട് മാറ്റിവെക്കുന്ന ഒരു ശീലം അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ശ്രീലേഖയെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റുന്നതാണെന്ന് അറിയില്ല. ബി ജെ പി ആയതുകൊണ്ട് കേന്ദ്രത്തിലിരിക്കുന്ന നേതാക്കന്മാർ നിലപാടുകൾ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരിക്കും ഷെബി ഈ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഈ കറങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? തിരുവനന്തപുരത്ത് ബി ജെ പി ചരിത്രം കുറിച്ചു എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആ ചരിത്രം കുറിച്ചതിന് ശേഷം ചരിത്ര ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ആരെയാണ് നിശ്ചയിച്ചത്? അത് വി രാജേഷിനെയാണ്, ശ്രീലേഖയല്ല. തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നതും അനുമാനിച്ചിരുന്നതും ശ്രീലേഖയായിരിക്കും തിരുവനന്തപുരത്തെ മേയർ എന്നതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളതിനെ കണ്ടിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു വർത്തമാനത്തിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിക്കാനേ കഴിയുള്ളൂ. പക്ഷേ മൊത്തം പാനലിനെ ഒരു പൊലിമയുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ശ്രീലേഖയുടെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ബി ജെ പിക്ക് ശ്രീലേഖ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ അവിടെ നിർത്തി മത്സരിപ്പിച്ചത്. മാത്രമല്ല ഒരു സെൻസ് അതിൻ്റെ ഫലമായിട്ട് സൃഷ്ടിച്ചെങ്ങനെയാണ് ശ്രീലേഖയായിരിക്കും മേയർ എന്നുള്ളത്. അതെനിക്കൊന്നൊരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നതിനപ്പുറം അതിൽ വലിയ പ്രാധാന്യമില്ല. പക്ഷേ നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയേണ്ടത്, തിരുവനന്തപുരത്ത് മേയറാക്കാൻ യഥാർത്ഥത്തിൽ ബി ജെ പി ആഗ്രഹിച്ചിരുന്നത് ശ്രീലേഖയെ തന്നെയാണ്. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ആ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരായിരുന്നില്ല. അതിനവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള അതിൻ്റെ ഓപ്പറേറ്റിംഗ് സെൻ്ററാണ് ബി ജെ പിയെ സംബന്ധിച്ചത്. ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടുവരാനായിട്ട് ആ ഭരണത്തെ ഉപയോഗിക്കേണ്ടത് എന്നതാണ് അവർ പ്രധാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പൊളിറ്റീഷ്യനേക്കാൾ കൂടുതൽ അവിടെ ആവശ്യം ഒരു ബ്യൂറോക്രാറ്റിനെയാണ്. അതുകൊണ്ടാണ് ശ്രീലേഖയായിരിക്കും അവിടുത്തെ മേയർ എന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിക്കാനായിട്ടുള്ള കാരണം ഈ തിരുവനന്തപുരം നഗരസഭയിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പമ്പ് ചെയ്യാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും എന്ത് ചെയ്യണം? കണ്ണു തള്ളിക്കണം. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കേന്ദ്രം നൽകും. ആ ഫണ്ട് എങ്ങനെ കൃത്യമായിട്ട് ചെലവഴിക്കണം, അത് അഴിമതിയില്ലാതെ എങ്ങനെ നിർവഹിക്കണം, അതിനവർക്ക് ശ്രീലേഖ മതി. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലക്ക് അവരുടെ ഒരു പശ്ചാത്തലവും ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് കഴിയും എന്ന കണക്കൂട്ടിലാണ് കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ മേയറാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പേരുമായിട്ട് ചെല്ലും സമയത്ത് ഈ 50 അംഗ കൗൺസിലർമാരുടെ ഇടയിൽ അഭിപ്രായം അന്വേഷിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അവർക്ക് മനസ്സിലായത് ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് വി രാജേഷിൻ്റെ പേരാണ്. അതിന് അവർക്കൊരു കാരണമുണ്ട്. അവർക്ക് രാഷ്ട്രീയ നേതൃത്വം തന്നെ തിരുവനന്തപുരത്ത് മേയറായി മാറണം എന്നുള്ളതായിരുന്നു. അത് ശരിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെയാണ്. കാരണം വി രാജേഷ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായി
പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായി സമർപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ്. കഴിഞ്ഞ 2 ടേമിലും അദ്ദേഹം കൗൺസിലറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തെ വെട്ടി ഒരു ബ്യൂറോക്രാറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നല്ല സന്ദേശമല്ല എന്നാണ് സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വം പൊതുവെ കേന്ദ്ര നേതൃത്വത്തിനോടും അതേപോലെ സംസ്ഥാന നേതൃത്വത്തിനോടും പറഞ്ഞു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോടും അതേപോലെ തന്നെ കേന്ദ്രത്തിൽ അമിത്ഷാ, മോദി തുടങ്ങിയ എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി അപകടത്തിലാണ് എന്നുള്ളതാണ്. അതാണ് ശരി. രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, നേതൃത്വത്തിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ CPM പോലെയുള്ള പാർട്ടികളിൽ അത്തരം ചർച്ചകളും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മത്സരിക്കുമ്പോൾ അതിലൊരാൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്ന് വിചാരിക്കാം, മറ്റൊരാൾ സംസ്ഥാന കമ്മിറ്റി മാത്രമാണെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നത്, അധികാരത്തിലേക്ക് വരുന്നത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഹൈറാർക്കി അനുസരിച്ചാണ് അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രൻ ആ ഒരു ഹൈറാർക്കിയിലല്ലല്ലോ എടുത്തത്. അവിടെ ആരും വേറെ ഉണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. ആര്യ രാജേന്ദ്രൻ വരുന്നത് മറ്റാരെങ്കിലും അത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വമായിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവിടെ മേയറാക്കാൻ തീരുമാനിച്ച സ്ഥാനാർത്ഥി തോറ്റുപോയി ആരും അറിയില്ലേ അല്ലേ? അവർ തോറ്റുപോയപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ നറുക്ക് വീണു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ ആകുമായിരുന്നില്ല. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ VV രാജേഷിന് തിരുവനന്തപുരം മേയറാകാൻ പറ്റുമായിരുന്നില്ല. ഇതൊക്കെ VV രാജേഷിന് ലോട്ടറിയാണ് ആര്യ രാജേന്ദ്രൻ. അതെ, ആ ലോട്ടറി എടുത്തു, VV രാജേഷിനെ അടിച്ചു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു. കാരണം CPMന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം തിരുവനന്തപുരത്ത് അവർ കാഴ്ചവെച്ചിരുന്നെങ്കിൽ അവരിത്രമാത്രം വഷളായി മാറില്ല. അതെ, അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് അതിൽ അഭിരമിക്കുകയും അവരെ മുന്നിൽ നിർത്തി കൈയിട്ട് വാരുന്ന കക്ഷികളൊക്കെ കൈയിട്ട് വാരിത്തിന്നുകയും അഴിമതി വ്യാപകമാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ദുരന്തമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ മേയറിനെതിരെയും അതേപോലെ തന്നെ ആ ഭരണകൂടത്തിനെതിരെയും അതിശക്തമായിട്ടുള്ള വികാരമുണ്ടായി. ആ ഭരണവിരുദ്ധ വികാരമാണ് BJPയെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം വളരെ മോശമായിട്ട് ഒരു ഭരണം നടത്തിയാൽ ആ ഭരണം വീണ്ടും വരണം എന്നാരും ആഗ്രഹിക്കില്ല. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അങ്ങനെ വന്നതുകൊണ്ട്, അതായത് നമ്മളതിൻ്റെ കോൺസിക്വൻസസ് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫലങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് CPM മേയറാക്കാനായിട്ട് ഉദ്ദേശിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തോൽപ്പിച്ചു. അപ്പോൾ അതിന് പകരമായിട്ട് ആര്യ രാജേന്ദ്രനെ സ്ഥാപിച്ചു. എന്നാൽ എന്ത് വേണം, ഇതിന് പക്വതയില്ലെന്ന്, മര്യാദക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതായിട്ട് ഇത് വളരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അതിന് മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം CPM ഉണ്ടാക്കണമായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം ഇതിനെ മുൻനിർത്തി പിന്നിലിരുന്ന് കട്ട് തിന്നാനായിട്ട് പല നേതാക്കളും ശ്രമിച്ചപ്പോൾ സംഭവിച്ച ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടുതീറ്റ ഭംഗിയായിട്ട് നടന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറിൽ അർപ്പിക്കപ്പെട്ടു. അതോടൊപ്പം അതിൻ്റെ തന്നെ സ്വയം കൃതാർത്ഥം നമ്മൾ പറയില്ലേ, അത് ആ അടിസ്ഥാനത്തിൽ അവൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി മാറി, ധിക്കാരത്തിൻ്റെ പ്രതീകമായി മാറി, ധാർഷ്ട്യത്തിൻ്റെ ഒരു ആൾരൂപമായി മാറി. അതിനെയൊക്കെ ആളുകൾ തെരഞ്ഞെടുപ്പിൽ അടിച്ചു തീർക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ട് പേടിച്ചിട്ടാണ് CPM എന്ത് ചെയ്ത് അതിനെ നാട് കടത്തിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. അതെ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു, പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അത് എത്തപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അവർ പരാജയത്തിലേക്ക് തലകുത്തി വീണ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ VV രാജേഷിന്റെ മുന്നിൽ ശ്രീലേഖയ്ക്ക് ഇനി ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം അവർ ആ രീതിയിൽ മത്സരിച്ച് എന്തായാലും നമ്മൾ കണ്ട വാർത്തകളൊക്കെ അനുസരിച്ച് അവർ അല്പം പിണക്കത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിണക്കം തീർക്കാനായിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉയർന്ന പോസ്റ്റ് ചിലപ്പോൾ നൽകിയേക്കാം. കാരണം വെറും കൗൺസിലറായിട്ട് അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് അവർക്കോ BJPക്കോ എന്തെങ്കിലും ഗുണമുണ്ട് എന്നാരും കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പതുക്കെ ഏതെങ്കിലും ഉയർന്ന പൊസിഷനിലേക്ക്, അത് വേണമെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര
മന്ത്രി പദവി വരെയും വേണമെങ്കിൽ ആകാവുന്നതാണ്. ഇവിടെ വി രാജേഷാണ് ഇനി ഗൗരവമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. കാരണം ബി ജെ പിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ യവൻ അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്, പാളയത്തിൽ തന്നെ ശത്രുക്കളുണ്ട്. അതെ, അത് മാത്രമല്ല ബി ജെ പിക്ക് കേരളത്തിൽ കാലുറപ്പിക്കണമെങ്കിൽ അഴിമതിരഹിതമായ അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു ഭരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഴ്ചവെക്കാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ അവർക്ക് പന്തളം നഗരസഭയിൽ അവർ ഭരിച്ചു, നശിച്ചു, ആളുകൾ ഓടിച്ചു. ആ സ്ഥിതി തിരുവനന്തപുരത്തുണ്ടാക്കിയ പിന്നെ കേരളത്തിൽ ഈ ബി ജെ പി എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്ക് എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്, അവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ അവർ അത് കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അവർക്ക് നല്ലത്.